മാന്നാനം എക്ലോഗ് തിയേറ്ററിൻ്റെ യാത്ര എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ യാത്രയിൽ ചാവറയച്ചനും നമ്മോടൊപ്പമുണ്ട്. എൻ്റെ പള്ളി എന്നതാണ് നമ്മുടെ വിഷയം. ചാവറയച്ചൻ നമ്മെ കൂട്ടിക്കൊണ്ട് ചേന്നങ്കരി പള്ളിയിലേക്ക് പോകുന്നു. ചേന്നങ്കരി പള്ളിയിലാണ് ചാവറയച്ചൻ മാമോദീസ സ്വീകരിച്ചത്. 1805 ഫെബ്രുവരി 16 ആയിരുന്നു ചാവറയച്ചൻ്റെ മാമോദീസ സ്വീകരണം. എൻ്റെ പള്ളി എന്ന് പറയുമ്പോൾ ചാവറയച്ചൻ വളർത്തിയെടുത്ത വലിയ ചിന്തകൾ ഈ പള്ളിയിൽ, ഈ മാമോദീസ തൊട്ടിൽ ഉണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. ചാവറയച്ചന് എൻ്റെ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ചാവറയച്ചൻ വാചാലനാകുന്ന ഒത്തിരി രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചാവറയച്ചൻ ധനഹാകാലത്തിൻ്റെ ഒരു ദിനത്തിലാണ്, ഫെബ്രുവരി 16 ചാവറയച്ചൻ മാമോദീസ സ്വീകരിച്ചത്. നമ്മുടെ ധനഹാകാലത്തിൻ്റെ ചിന്തയിൽ ഈ മാമോദീസ തൊട്ടിയെ വേണമെങ്കിൽ ജോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച യേശുവിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ മാമോദീസ തൊട്ടിക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ പള്ളികളിലെല്ലാം മാമോദീസ തൊട്ടിയെ ജോർദാൻ എന്നാണ് വിളിക്കുക. എൻ്റെ മാമോദീസയിൽ, എൻ്റെ പള്ളിയിൽ നമുക്ക് ചാവറയച്ചൻ വളർത്തിയെടുത്ത സഭയോടുള്ള വലിയ സ്നേഹം, സഭയോടുള്ള വലിയ ആദരവ് ഈ തൊട്ടിയിൽ നിന്നാണ്, ഈ മാമോദീസ തൊട്ടിയിൽ നിന്നാണ് ചാവറയച്ചന് ലഭിച്ചത്. ചാവറയച്ചൻ കൈനകരിക്കാരനാണെങ്കിലും ചേന്നങ്കരിയിലാണ് മാമോദീസ മുങ്ങിയത്, പള്ളിയിലാണ്. ഇതിൻ്റെ കാരണം അന്ന് കൈനകരി പള്ളി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കൈനകരി പള്ളിക്കാരെല്ലാം, ആ ഇടവകക്കാരെല്ലാം, ഇന്നറിയപ്പെടുന്ന കൈനകരി ഇടവക്കാരെല്ലാം ചേന്നങ്കരി പള്ളിയുടെ ഭാഗമാണ്. അങ്ങനെയാണ് ചാവറയച്ചൻ ചേന്നങ്കരി പള്ളിയിൽ മാമോദീസ സ്വീകരിക്കുകയും തൻ്റെ ശുശ്രൂഷ, ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ദേവാലയ ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുന്നത് ഈ ചേന്നങ്കരി പള്ളിയിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, എൻ്റെ പള്ളിയെക്കുറിച്ചുള്ള ചിന്ത എന്നെ പലപ്പോഴും രസിച്ചിരുന്നു.